വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. മതപ്പാടുള്ള ആനയാണ് എന്ന ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഈ മറ്റൊരു ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കാനായി കൊണ്ടുവന്നതായിരുന്നു. അതിനിടയിലാണ് കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കുളത്തിലെത്തി ആനയെ കുളിപ്പിക്കാൻ രാവിലെ പാപ്പാന്മാരെത്തിയത്. ആ സമയത്തായിരുന്നു, കുളിപ്പിക്കുന്ന സമയത്തായിരുന്നു അപ്രതീക്ഷിതമായിക്കൊണ്ട് വിരണ്ടോടുന്ന സാഹചര്യം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ പാപ്പാന്മാർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. പിന്നീട് തളയ്ക്കാനുള്ള ശ്രമത്തിനിടയിലാണ് രണ്ട് പാപ്പാന്മാർക്കും ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ ഒരു യാത്രക്കാരനാണ്, പുറത്തുനിന്നുള്ള ഒരാളാണ് മരിച്ചത് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ആളുടെ മൃതദേഹം പോലും അല്ലെങ്കിൽ പരിക്കേറ്റവരെ പോലും മാറ്റാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആന ഈ വിരണ്ടോടിയ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പോഴും നാട്ടുകാരും പോലീസും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇതിന്റെ ഭാഗമായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഈ പരിക്കേറ്റവരെ മാറ്റാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ആന അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഏത് സമയവും കൂടുതൽ അക്രമാസക്തനാകാനുള്ള നിലയിലാണ് ആനയുള്ളത്. ലോറി ഡ്രൈവറാണ്, പാപ്പാനല്ല എന്നുള്ള ഒരു തിരുത്തുകൂടി വരുന്നുണ്ട്. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് പാപ്പാന് പരിക്കു പറ്റിയിട്ടുണ്ട്. തളയ്ക്കുന്നതിനിടയിലാണ് പാപ്പാന് പരിക്കു പറ്റിയിരിക്കുന്നത്. ഒരു ലോറി ഡ്രൈവർക്കാണ് അപകടമുണ്ടായത്. ഒരുപക്ഷെ ആനയെ കൊണ്ടുവന്ന ലോറി ഡ്രൈവറാണോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഈ അപകടം നടന്നത്. ആനയെ തളയ്ക്കാനായിട്ടില്ല എന്നുള്ള വിവരമാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ആനയെ തളച്ചിട്ടില്ല എന്നുള്ളതാണ്. ആന സ്വന്തമായിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. രണ്ട് പാപ്പാന്മാരിൽ ഒരു പാപ്പാന് പരിക്കും പറ്റിയിട്ടുണ്ട്. ലോറി ഡ്രൈവറെ ആന ചവിട്ടിക്കൊന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആനയെ തളച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷബാഷ്. തീർച്ചയായും അരുൺകുമാർ, ഇത്ര നേരമായിട്ടും ആനയെ തളയ്ക്കാനായിട്ടില്ല എന്നതാണ്. കാരണം അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിൽ ഇന്ന് രാവിലെ ഒരു ആന വിരണ്ടോടുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം കഴിഞ്ഞ തൊട്ടടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കാനായി കൊണ്ടുവന്നതായിരുന്നു. ആനയെ കുളിപ്പിക്കാനായി കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നതിനിടയിലാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിക്കൊണ്ട് ആന വിരണ്ടോടുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ആന വിരണ്ടോടിയതിൽ പാപ്പാന്മാർക്കടക്കം ഗുരുതരമായി പരിക്കേറ്റു. സമീപത്തുണ്ടായിരുന്ന ഒരു ലോറി ഡ്രൈവറാണ് ഈ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. ഈ ക്ഷേത്രക്കുളത്തിന് സമീപത്തുള്ള വഴിയിലേക്ക് ആന ഇറങ്ങിയാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളെയും വാഹനത്തെയും ഒക്കെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ലോറി ഡ്രൈവർ ഒരു മരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ആനയെ കൊണ്ടുവന്ന ലോറിയുടെ ഡ്രൈവറാണോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമായിട്ടില്ല. കൊല്ലം സ്വദേശിയാണ് മരിച്ചത് എന്നുള്ളൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. മൃതദേഹം മാറ്റാൻ പോലും കഴിയാതെ ആന ഇതിനടുത്ത് ബ്ലർ ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഈ ലോറി ഡ്രൈവർ, ആനയുടെ ചവിട്ടേറ്റ് മരിച്ച ലോറി ഡ്രൈവർ കിടക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ ബ്ലർ ചെയ്ത് മാത്രമേ നമുക്ക് കാണിക്കാൻ കഴിയൂ. നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് ചട്ടം അനുസരിച്ച് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കുക സാധ്യമല്ല. പക്ഷേ അത് ആ സമയത്ത് നടന്നു വരുന്നത് ആ സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് എന്നാണ് അർജുൻ മട്ടന്നൂർ കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഷബാസ് അഹമ്മദ്, ഇതുവരെയും ഈ നിമിഷവും ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത്. രണ്ട് പാപ്പാന്മാരിൽ ഒരു പാപ്പാനെ പരിക്കേറ്റ് അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നും അറിയുന്നു. തീർച്ചയായും അരുൺകുമാർ, ഗുരുതര പരിക്കാണ് പാപ്പാന്മാർക്ക് ഏറ്റിട്ടുള്ളത്. അതിലൊരു പാപ്പാനെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായി ക്ഷേത്രക്കുളത്തിൽ നിന്ന് വിരണ്ടോടിയ ആന സമീപത്തെ വഴികളിലേക്കും വാഹനങ്ങൾ നിർത്തിയ സ്ഥലത്തേക്കുമൊക്കെ വരികയായിരുന്നു. നിരവധി വാഹനങ്ങളാണ് ആനയുടെ ആക്രമണത്തിൽ തകർന്നത്. അങ്ങനെയാണ് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ലോറി ഡ്രൈവറെയും ആന ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തലക്ഷണം തന്നെ ഈ ലോറി ഡ്രൈവർ മരിക്കുകയായിരുന്നു. കൊല്ലം സ്വദേശിയാണ് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഈ മരിച്ചയാളെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകാൻ പോലും കഴിയാതെ ആന ആ സ്ഥലത്തിപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അത്രമാത്രം അക്രമാസക്തനായിരുന്നു ആന വിരണ്ടോടിയിരുന്നത്. ഏകദേശം അരമണിക്കൂറോളമായി ആന ഇതേ സ്ഥിതി തുടരുകയാണ്. ഏത് സമയത്തും ഒരു അക്രമാസക്തനായി കൂടുതൽ ആക്രമണങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. പോലീസുകാരും നാട്ടുകാരും അടക്കം വലിയ ജനക്കൂട്ടം തന്നെ ആ ഭാഗത്തുണ്ട്. ആളുകൾ ചേർന്നുകൊണ്ട് ആനയെ തളയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏത് ഘട്ടത്തിലും തളയ്ക്കാൻ അല്ലെങ്കിൽ ഒരു മയപ്പെടാനുള്ള ഒരു സാധ്യത ആന കാണിക്കുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും അക്രമാസക്തനായിക്കൊണ്ട് തന്നെ ഈ മരിച്ച ആളുടെ മൃതദേഹത്തിന് തൊട്ടടുത്ത് തന്നെ ആന നിലയുറപ്പിക്കുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. ആനയുടെ ആക്രമണത്തിൽ ആദ്യഘട്ടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേൽക്കുമ്പോൾ അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അത്രത്തോളം അക്രമാസക്തനായിരുന്നു ആന ആ ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്നത്. ഇന്ന് രാവിലെയാണ് RRT സംഘം ഇപ്പോൾ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. നമ്മൾ അല്പസമയത്തിനുള്ളിൽ അവിടേക്ക് എത്തും. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ആന വിരണ്ടോടി
ലോറി ഡ്രൈവറെ അപായപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. RRT സംഘം, തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. RRT സംഘം അവിടെ എത്തുന്നുണ്ട്. ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല. ആന ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതല്പം പരിഭ്രാന്തി ഉണ്ടാക്കുന്ന സാഹചര്യം കൂടിയാണ്. അതിന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ചവിട്ടേറ്റ ലോറി ഡ്രൈവർ മരിച്ചു. ആ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ കഴിയുന്നില്ല. 2 പാപ്പാന്മാരെയും അതിനുശേഷം ആനയെ ആക്രമിച്ചു എന്നുള്ള വിവരമാണ് വരുന്നത്. ആന മൃതദേഹത്തിനടുത്ത് നിന്ന് മാറുന്നില്ല എന്നുള്ളതും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ആനയെ കുളിപ്പിക്കുന്നതിനിടയിലാണ് വളരെ പെട്ടെന്ന് അക്രമാസക്തനായി മാറുകയും ഈ പാപ്പാന്മാരെ ആക്രമിക്കുകയും ചെയ്ത് തളയ്ക്കാൻ ശ്രമിച്ച ഒരു പാപ്പാന് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വിവരമാണ് വരുന്നത്. വിരണ്ടോടി ആന തൊട്ടടുത്തുള്ള വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്നും അതിനിടയിലാണ് ഇപ്പോൾ ലോറി ഡ്രൈവറെ ആന ചവിട്ടി കൊന്നിരിക്കുന്നത്. ആ മൃതദേഹത്തിനടുത്ത് നിന്നും ആന മാറുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. RRT സംഘത്തെ എത്തിക്കുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മലയാറ്റൂരിലുള്ള RRT സംഘം ഇനി അവിടെ എത്തണം. അതായത് ഷബാസ്, അത്രയും സമയം ആന ഇപ്പോൾ പരിഭ്രാന്തി പരത്തി തന്നെയാണ് നിൽക്കുന്നത്. അതിന് ചുറ്റുവട്ടത്തുള്ള മനുഷ്യരെല്ലാം കുറച്ച് ആകാംക്ഷയിലുമാണ്. ആനയുടെ കാലിൽ ചങ്ങല ഇട്ടിട്ടുണ്ട് എന്നത് മാത്രമാണ്. മൃതദേഹം പോലും അവിടെ നിന്ന് എടുക്കാൻ പോലീസിന് കഴിയുന്നില്ല, അല്ലേ? തീർച്ചയായും അരുൺകുമാർ, ആ ഭാഗത്തുള്ള ആളുകൾക്ക് വലിയ പരിഭ്രാന്തിയായിക്കൊണ്ട് ആന ഇപ്പോഴും അതേ സ്ഥിതിയിൽ നിലയുറപ്പിക്കുകയാണ്. നേരത്തെ വിരണ്ടോടിയ അതേ സ്ഥിതിയിൽ അക്രമാസക്തനായിക്കൊണ്ട് തന്നെ ആ മരിച്ചയാളുടെ മൃതദേഹം മാറ്റാൻ പോലും കഴിയാതെ ആന അതേ സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇനി മലയാറ്റൂരിൽ നിന്നുള്ള RRT സംഘം എത്തുന്നതുവരെ കാര്യമായി ഒന്നും അവിടെയുള്ള പോലീസുകാർക്കും നാട്ടുകാർക്കും ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇനി RRT സംഘം എത്തി മാത്രമാണ് ആനയെ ഏത് തരത്തിലാണ് മയക്കുവേടി വെക്കണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലാണോ ഇനി തളയ്ക്കാനാവുക എന്ന കാര്യമടക്കം RRT സംഘം എത്തിയ ശേഷം മാത്രമേ ആലോചിക്കൂ. ഇപ്പോഴെന്തായാലും നാട്ടുകാരും പോലീസുകാരും ചേർന്ന് വലിയൊരു ജനക്കൂട്ടം തന്നെ ആ ഭാഗത്തുണ്ട്. അവരൊക്കെയും ചേർന്ന് പലതരത്തിൽ ആനയെ തളയ്ക്കാൻ ലോറി ഡ്രൈവർ പൂർണ്ണമായും മരിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഒരുപക്ഷേ ബോധരഹിതനായി കിടക്കുകയും ആവാം, അല്ലേ? ഇപ്പോഴും മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടില്ല. മൃതദേഹം പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ്. ഒരാൾ മരിച്ച നിലയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷേ ഇനി വൈദ്യപരിശോധന കൂടി പൂർത്തിയായാലേ മരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പിക്കാൻ സാധിക്കൂ. പക്ഷേ അവിടെ നിന്നും ഈ ലോറി ഡ്രൈവറെ അവിടെ നിന്ന് മാറ്റാൻ പോലും ആന സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. കൂടുതൽ പോലീസുകാർ അവിടെ എത്തിയിട്ടുണ്ട്, നാട്ടുകാരെത്തിയിട്ടുണ്ട്. RRT സംഘം കൂടി അല്പസമയത്തിനുള്ളിൽ അവിടെ എത്തും. അതായത് ഇനി ആ ജീവന്റെ തുടിപ്പുണ്ടോ ആ ലോറി ഡ്രൈവറിൽ എന്നുള്ളത് പോലും നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. പക്ഷേ നിലവിലത്തെ അവസ്ഥയിൽ മരിച്ച മട്ടാണ്. പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് ആ ലോറി ഡ്രൈവറെ മാറ്റേണ്ടതുണ്ട്. അതിനുള്ള സ്ട്രെച്ചറുമൊക്കെ ആയിട്ട് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെത്തിയെങ്കിലും ആന അവിടെ നിൽക്കുന്നത് കാരണം അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് അവിടെ, അല്ലേ ഷബാഷ്? തീർച്ചയായും അരുൺകുമാർ, വലിയ പരിഭ്രാന്തിയാണ് ആ പ്രദേശത്തുള്ളത്. കാരണം ഒരു ഉത്സവത്തിനിടയിലോ അല്ലെങ്കിൽ ആളുകൾ ആനയെ കാണുന്നതിനിടയിലോ അല്ല ഇത്തരത്തിൽ ആന വിരണ്ടോടുന്ന സാഹചര്യം ഉണ്ടായത്. ആനയെ രാവിലെ ക്ഷേത്രക്കുളത്തിലേക്ക് കുളിപ്പിക്കാനായി എത്തിയതാണ്. മറ്റൊരു ക്ഷേത്രത്തിലേക്ക് എത്തിയ ആനയാണ്. അതുകൊണ്ട് തന്നെ ആരും ഇത്തരത്തിലൊരു സാഹചര്യം മുൻകൂട്ടി കണ്ടിരുന്നില്ല, ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരത്തിൽ ആന കുളിപ്പിക്കാൻ എത്തിയ ആന വിരണ്ടോടുമെന്ന്. അതിനാൽ തന്നെ വലിയ മുൻകരുതലുകളൊന്നും തന്നെ അതിന്റെ ഭാഗമായി എടുത്തിരുന്നില്ല. സാധാരണ നമ്മൾ ക്ഷേത്രത്തിന് ആന എഴുന്നള്ളിക്കുമ്പോഴൊക്കെ വലിയ മുൻകരുതലുകൾ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഇത് ആനയെ കുളിപ്പിക്കാനെത്തിയ സാഹചര്യമാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ആന ഇടയുമെന്ന് വിരണ്ടോടുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനാൽ തന്നെ അതിൻ്റെതായ മുൻകരുതലുകളൊന്നും തന്നെ ആ സമയത്ത് സ്വീകരിച്ചിരുന്നില്ല. ആന വിരണ്ടോടിയ സമയത്ത് പാപ്പാന്മാർ ആദ്യഘട്ടത്തിൽ തളയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അതിനിടയിലാണ് ഒരു പാപ്പാന് ഗുരുതര പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ആന സമീപത്തുള്ള വഴിയിലേക്കടക്കം ഇറങ്ങി ഓടുകയായിരുന്നു. അങ്ങനെയാണ് സമീപത്തുണ്ടായിരുന്ന നിരവധി വാഹനങ്ങൾ തകർക്കുകയും ഒരാളെ കൊലപ്പെടുത്തുന്ന സാഹചര്യമടക്കം ഉണ്ടായത്. എന്തായാലും നിരവധി വാഹനങ്ങൾ തകർന്നു കിടക്കുകയാണ്. ഈ മരിച്ചയാളെ ഈ മാറ്റാൻ പോലും സാധിക്കാത്ത തരത്തിലാണ് ആന അതിനടുത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും ഇനിയും അക്രമാസക്തനാകാനുള്ള സാധ്യതയുണ്ട്. ഇനിയും മലയാറ്റൂരിൽ നിന്നുള്ള RRT സംഘം അവിടെ എത്തേണ്ടതുണ്ട്. അവർ എത്തിയാൽ മാത്രമാണ് ആനയെ ഏത് തരത്തിലാണ് തളയ്ക്കാനാവുക എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ. ഇത്